ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനിയും വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ്, മോൾക്ക് ലീവാണ്. അതുകൊണ്ട് തന്നെ പണികളൊക്കെ കുറച്ച് മെല്ലെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇന്ന് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അടുക്കളയിലാണ്. അപ്പോൾ മോളൊക്കെ നേരത്തെ എണീച്ചിട്ടോ, പഠിക്കാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവൾ നേരത്തെ എണീച്ചു. എക്സാമൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ മോള് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കും കേട്ടോ. ഉച്ചയാകുമ്പോൾ അവൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉറക്കം വരും. കാരണം അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് പഠിക്കും കേട്ടോ. അങ്ങനെ മോളിതാ പല്ല് തേച്ചതാ വെള്ളം കുടിക്കാൻ കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അവളിനെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചു കേട്ടോ രാവിലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ ഇഡ്ഡലി ഒഴിച്ചു വെച്ചു. ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി പരിപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ മുളകൊക്കെ ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് നേരം ചൂടാക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡിയായി. സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ മുറ്റടിക്കാൻ വന്നു കേട്ടോ. മുറ്റം വന്നത് ബാക്കിലാണ് കേട്ടോ, തൊടിയിലാണ്. ഫ്രണ്ടിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് എണീച്ചത് അവിടെ നിന്ന് അടിച്ചു വിട്ടിട്ടാണ്. അപ്പം നേരത്തെ തന്നെ ഫ്രണ്ടിലൊക്കെ അടിച്ചു വിട്ടു കേട്ടോ. ഇന്നാണെങ്കിൽ നമ്മൾ തുറക്കുന്നതിന് മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഭാഗം മാത്രം തുറന്നു വെച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. ഫുള്ളായി കട തുറന്നിട്ടില്ല. അപ്പോൾ കുറച്ച് മാത്രം തുറന്നു വെച്ചു. ഇനി ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മോള് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിശപ്പ് പറഞ്ഞിട്ടോ. അതാണ് പെട്ടെന്ന് തന്നെ പിന്നെ രാവിലത്തെ വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പൂ പോലത്തെ പഞ്ഞ് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ റേഷനരിയും പച്ചരിയും കൂടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇഡ്ഡലി അരി മാത്രം ഇട്ടാൽ കൂടി എനിക്ക് ഇത്രയും സോഫ്റ്റായിട്ട് ഇഡ്ഡലി വരില്ല. പക്ഷേ റേഷനരിയും പിന്നെ അത് ഇട്ടില്ലേ എനിക്ക് എന്തെന്ന് അറിയില്ല, അതിൽ ആ അരി ഇടുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. മോളിതാ കുളിച്ചു കേട്ടോ. കുളിച്ച് റെഡിയായി വന്നു. അവൾ രാവിലെ തന്നെ നേരത്തെ എണീച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മോള് രാവിലെ തന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇഡ്ഡലി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം മോളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും. അപ്പം മോളിതാ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കാനായിട്ട് അവൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഷോപ്പ് കുറച്ച് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. അതിന് ശേഷം ഞാൻ പിന്നെ ഷോപ്പൊക്കെ ഒന്ന് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മർത്തേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ സമയമൊക്കെ ആയിട്ടുണ്ട്, 9 മണി ആയിട്ടോ. ഇന്ന് കുറച്ച് നേരമൊക്കെ വൈകി. പിന്നെ എന്നാലും നമ്മൾ ഇവിടെ ഒരു ഭാഗം വന്നിട്ട് നേരത്തെ തുറന്നു കേട്ടോ. രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം തുറന്ന് വെച്ചായിരുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ള റാക്കും കാര്യങ്ങളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ റോഡിൽ കണ്ടില്ലേ ഭയങ്കര തിരക്കുള്ള റോഡാണ് കേട്ടോ. വണ്ടികൾ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ മോൾക്ക് ഞാൻ അന്ന് വീണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വീണിട്ട് കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ഒരു എണ്ണ തേക്കുന്നുണ്ട്. പോത്തുംപാട എണ്ണ പറയും കേട്ടോ. നമ്മുടെ ഇവിടെ കൊല്ലംകോട് നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ, നമ്മുടെ ഷോപ്പിൽ വരാറുള്ളത്. അപ്പോൾ അവർ അവിടെയാണ് സ്ഥലം. അപ്പോൾ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതുപോലെ എല്ലിന് എന്തെങ്കിലും സംഭവിച്ചാലോ വീണിട്ട് എല്ലിന് എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എണ്ണ ഉപയോഗിച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് മോൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഡെയിലി 2 നേരം തേക്കുന്നുണ്ട്. അപ്പോൾ വേദനയൊക്കെ നല്ല കുറവുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അങ്ങനെ ഏകദേശം അടുക്കളത്തെ പണികൾ ഇനിയുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ടില്ല, ഉച്ചയ്ക്കുള്ളതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പിന്നെ അടുക്കളയിൽ പിന്നെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു റെഡി ആയിട്ടോ.
അങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ? ഇനി കുറച്ച് പണികളുണ്ട്. തുണികളൊക്കെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ അലക്കി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മടക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഇന്നലെ. അപ്പോൾ ആ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് വൈകിച്ചാൽ അത് പിന്നെ അങ്ങനെ അവിടെ കിടക്കും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും തുണികളൊക്കെ മടക്കിയ ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ രാവിലെ വേഗം എന്തെങ്കിലും പണി ചെയ്യുമ്പോഴേക്കും ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം തന്നെ പോയി കുളിക്കാൻ തോന്നും. അതുകൊണ്ട് രാവിലെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ അങ്ങനെ പോയി ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോഴേ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ പോയി കുളിച്ചത്. പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ. മോളുടെ എൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി ഷെൽഫിൽ വെക്കണം കേട്ടോ. അങ്ങനെ ആ പണിയിലാണ്. ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഹായ് പറയാൻ നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ലിജോ KM ലിജോ എന്നാണ് കേട്ടോ അവരുടെ നെയിം വന്നിട്ട്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണാറുണ്ട്. പറഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹായ് ലിജോ. അപ്പോൾ അവർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഹായ് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു സബ്സ്ക്രൈബറില്ലേ കണ്ണം ചേച്ചി ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് കണ്ണം ചേച്ചി ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സുമാർ. കണ്ണം ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഏട്ടൻ്റെ 5ാമത്തെ ചേച്ചിയാണ് കേട്ടോ. 5ാമത്തെ ചേച്ചിയാണ്. ചേച്ചി ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ താമസം. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു, ഡിവോഴ്സാണ്. അപ്പോൾ നമ്മുടെ കൂടെയാണ്. അങ്ങനെ ഏട്ടൻ്റെ 5ാമത്തെ ചേച്ചിയാണ് കേട്ടോ. ഏട്ടന് 5 ചേച്ചിമാരും ഒരു അനിയത്തിയാണുള്ളത്. അപ്പോൾ കണ്ണം ചേച്ചി നമ്മുടെ നാത്തൂനാണ്. ഓക്കെ. അങ്ങനെ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഷോപ്പിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്നറിയോ? പിന്നെ അതാ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനില്ലേ പെട്ടെന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവിടെ പാലിൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. പാൽക്കാരൻ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ പാലൊന്ന് വാങ്ങി വെച്ചിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ പാല് വാങ്ങിച്ചു വെച്ചു കേട്ടോ. പാലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അവിടെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ 2 നേരം നനയ്ക്കണം കേട്ടോ. ഭയങ്കര വെയിലല്ലേ, ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോണം കേട്ടോ. അത് ആ മണി പ്ലാന്റൊക്കെ കണ്ടില്ലേ, അത് 2 നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ആകെ വാടിയ പോലെയാണ്. അപ്പോൾ 2 നേരം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മളിവിടെ. ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഫാനിലൊക്കെ ഇല്ലേ ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത് കേട്ടോ. മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വർഷമായിട്ട് അവിടെ AC വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയി. കഴിഞ്ഞ വർഷമേ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ. അമ്മയുള്ളപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് പറ്റിയില്ല കേട്ടോ AC വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ AC വാങ്ങിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ വേനൽക്കാലത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു AC ചുളിവിൽ കിട്ടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ്റെ വകയായിട്ട്. അങ്ങനെ അപ്പോൾ മോളതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് അതാ മോളിൽ നമുക്ക് ഭയങ്കര ക്ഷീണം പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ. പീരിയഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര ഇടുപ്പ് വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാ മോള് കിടക്കണം. അപ്പോൾ ഞാൻ ഓറഞ്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അവളൊന്നും കഴിക്കണില്ല കേട്ടോ. ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കണില്ല. അപ്പോൾ ഓറഞ്ചെങ്കിലും കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കയ്യിലെടുത്ത് കൊടുത്തില്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ. അതാണ് പ്രശ്നം. കഴിക്കുമെന്ന് പറഞ്ഞാൽ എടുത്തു പോയി കഴിക്കണ സ്വഭാവം ഇല്ല കേട്ടോ. എന്തുണ്ടെങ്കിലും നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കണം, അപ്പോഴേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ആൾക്ക് ഓറഞ്ച് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇടുപ്പ് വേദന പറഞ്ഞ് ഞാൻ തൈലൊക്കെ തേച്ച് കൊടുത്തു. പക്ഷേ ഇടുപ്പ് വേദന പറഞ്ഞ് മിണ്ടാണ്ടെന്ന് ഇരിക്കില്ല കേട്ടോ. എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ മോൾക്ക്. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ലീവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മാസത്തിൽ 4 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സ്കൂളിൽ പോകാനും എല്ലാത്തിനും. അപ്പോൾ എന്തായാലും 2 ദിവസം ലീവായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം പിന്നെ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇതെന്തായാലും സഹിച്ചല്ലേ പറ്റുള്ളൂ
എങ്ങനെയെങ്കിലും കുറയട്ടെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ മാസം ചെറുതായിട്ടുണ്ട്, ചില മാസം കുറച്ച്, ചില മാസം നല്ല പെയിൻ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം മോളുടെ അടുത്തൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. മോളാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കണം പറഞ്ഞു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി അല്ല, വറുക്കില്ല, നമ്മൾ എണ്ണയിലിട്ട് വറുക്കില്ല, അതുപോലെ ചെയ്യണം പറഞ്ഞു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മോൾക്ക് മാത്രം അതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ ഇടയ്ക്ക് കൊടുത്തയക്കുമല്ലോ പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുണ്ടാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചെറുതായിട്ട് അത് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എണ്ണയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് എന്താ പറയുക, ഉരുളക്കിഴങ്ങിനെ പരട്ടിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് 2 വെളുത്തുള്ളിയും ഇടാം കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാം. അല്ലെങ്കിൽ നല്ല മണവും ഉണ്ടാവും കേട്ടോ. അതിട്ടാൽ തന്നെ നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് മോര് തന്നെ മതി പറഞ്ഞിട്ടോ. ഞാൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വേണ്ടത്രേ. അവൾക്ക് മോരും ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈയും മാത്രം മതി എന്ന് കേട്ടോ പറയണേ. അപ്പോൾ നമുക്കത് മാത്രം കൊടുക്കാം. എന്തായാലും ചൂടല്ലേ, വെയിലും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ മോര് ചേർത്തണത് തന്നെയാണ് നല്ലത്. ചാറൊക്കെ ഒഴിവാക്കുക തന്നെ നല്ലത് കേട്ടോ. അപ്പോൾ ശരി പറഞ്ഞിട്ട് അവൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇടയിൽ കുറേ തിരക്കൊക്കെ വന്നുകൊണ്ട് തന്നെ, തിരക്ക് മാത്രമല്ല ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല കേട്ടോ, അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഉണ്ടായത് കേട്ടോ. ഉപ്പേരി വയ്ക്കുമ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ. പിന്നെ അങ്ങനെ മോളത് അവിടെ ഇരുന്ന് എന്താ ജ്യൂസോ സ്പ്രൈറ്റ് എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മുരുമുരാന്നിരിക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ മോൾക്ക് അത് കൊടുത്തു. പിന്നെ ഞാൻ ചോറിനാൻ വന്നു കേട്ടോ. പിന്നെ മോൾക്ക് ചോറ് വിളമ്പി കൊടുത്ത ശേഷം ഞാനും അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതും എടുത്തു. വെണ്ടയ്ക്കപ്പുളി ഇന്നലെ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ പിന്നെ വെണ്ടയ്ക്കപ്പുളിയും ക്യാബേജ് ഉപ്പേരിയും പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, അതും പിന്നെ ഞാൻ അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അതിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ മാങ്ങാച്ചാർ, ചെത്തുമാങ്ങ അച്ചാർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. പിന്നെ വീഡിയോ എടുത്തത് വന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം പിന്നെ ഞാൻ കടയ്ക്ക് പോയിട്ടോ. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കടയ്ക്ക് പോയതാണ്. കടയ്ക്ക് പോയപ്പോൾ പഴം വാങ്ങിച്ചു. പഴവും പിന്നെ ഇഡ്ഡലിപ്പൊടിയും പാലും പിന്നെ ബ്രെഡും വാങ്ങിച്ചു കേട്ടോ. പഴം വന്നിട്ട് മോൾക്ക് നെയ്യിലിട്ടിട്ട് നമ്മളെന്താ പറയുക, ചൂടാക്കി എടുക്കില്ലേ, അങ്ങനെ ചെയ്യണം പറഞ്ഞു കേട്ടോ. നെയ്യും പഞ്ചസാര ഇട്ടിട്ട് അതിൽ പഴത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിയിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മോൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ വേവിച്ച് കൊടുക്കും, അധികം വേവിച്ചാണ് കൊടുക്കാറ്. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, അവൾക്ക് ഇത് കഴിക്കാൻ തോന്നിട്ടോ. അപ്പം ഞാൻ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നെയ്യും പഞ്ചസാരയും പിന്നെ നേന്ത്രപ്പഴവും. ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇടുമോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ നൈസായിട്ട് പഴത്തിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും എല്ലാം കൂടിയിട്ട് ആ പഴം കുറച്ചും കൂടി നല്ല ടേസ്റ്റായി മാറും കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. അപ്പോൾ 2 പഴം ഇടാൻ വിചാരിച്ചു. കഴിക്കാൻ കൊടുക്കുമ്പോൾ ഒരു പഴം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 2 പഴം അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ 2 പഴം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്ക് പഴം കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചോളും. മധുരവും പിന്നെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ. കുറച്ച് ബ്രൗൺ കളർ വരും കേട്ടോ. ഈ നല്ലൊരു മഞ്ഞ കളറില്ലേ, അത് പോയിട്ട് കുറച്ചൊരു റെഡും അങ്ങനെ ആയിട്ടുള്ളൊരു കളർ, ഇത് കണ്ടില്ലേ, കുറച്ച് കളർ ചേഞ്ച് ആയില്ലേ, ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിന് മോൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കണം ചേച്ചിക്കും ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കട്ടൻ ചായയും വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് മോൾക്കൊന്ന് കൊടുത്തിട്ട് വരാം. അവളവിടെ ഇരിക്കുന്നുണ്ട് ഹാളിൽ. നല്ല വിശപ്പുണ്ടായിരുന്നു അത്ര. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ചേ ചോറ് കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പഴം ഉണ്ടാക്കുമ്പോഴേക്കും നല്ല മണം, നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് അത് കൊടുത്തു. പിന്നെ ഞാൻ കട്ടൻ ചായയും പിന്നെ ബ്രെഡ് റോസ്റ്റും
ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ അടിച്ച് തുടക്കണം കേട്ടോ. രാവിലെ ഒന്നും നടന്നില്ല കേട്ടോ. മോൾക്ക് പിന്നെ അവളുടെ കൂടെ കുറേ നേരം ഇരുന്നു, അങ്ങനെ കുറേ സമയം പോയി. പിന്നെ ഇത് വന്നിട്ട് ഇലക്ട്രീഷ്യൻ, ഞാൻ AC യുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ AC പ്ലഗ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ റൂമിൽ. അപ്പോൾ അവിടെ പ്ലഗ് വയ്ക്കാൻ, ACക്കുള്ള കണക്ഷൻ കൊടുക്കാനുള്ള പ്ലഗ് വയ്ക്കാൻ വേണ്ടി ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലക്ട്രീഷ്യൻ പണി കഴിയുമ്പോഴേക്കും രാത്രി 9 മണിയായിട്ടോ. പിന്നെ ഏട്ടൻ വന്ന ശേഷമാണ് പണിയൊക്കെ കഴിഞ്ഞത് കേട്ടോ. നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ അതാ മോള് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഉറങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ കിടന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാതെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.